2026 പ്ലസ് വണ്ണിലേക്കും അതുപോലെ പ്ലസ് ടുവിലേക്കും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാമാണ് ബ്രില്യന്റിന്റെ ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂഷൻ ക്ലാസ്സസിലേക്ക് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. ആദ്യമേ വരുന്നത് തന്നെയായിരിക്കും നമ്മുടെ സൈറ്റിലേക്കുള്ള ലിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബ്രില്യൻ പാലയുടെ ഒഫീഷ്യൽ സൈറ്റിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകളിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടി തൊട്ട് മുകളിലെ നമുക്കൊരു ലിസ്റ്റ് കാണാം. അവിടെ കോഴ്സസ് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ട്. ആ കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ നമുക്ക് അവിടെ ട്യൂഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ട്യൂഷൻ 6 മുതൽ അതുപോലെ തന്നെ പ്ലസ് 2 ട്യൂഷൻ, അതായത് 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ട്യൂഷൻ പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലസ് 1 ആൻഡ് പ്ലസ് 2 ട്യൂഷനാണ് എടുക്കുന്നത്. സോ പ്ലസ് 1 ട്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിന്റെ ഒരു എക്സ്ക്ലൂസീവ് പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി വീണ്ടും പേജിന്റെ മുകളിലേക്ക് വരിക. അവിടെ വലതുവശത്തായി ഒരു ഗ്രീൻ ബോക്സിൽ രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് അടുത്തായി എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ബ്രില്യന്റിന്റെ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചേർന്ന വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉണ്ടായിരിക്കും. ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. എല്ലാം ഉറപ്പാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ആ ഒരു സെന്റൻസിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എൻ്റർ ചെയ്യാം. സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും ഫോൺ നമ്പറുമാണ് വേണ്ടത്. കാരണം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജ് നമുക്ക് ആ ഒരു OTP എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ആ ഒരു സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ആ ഒരു OTP എൻ്റർ ചെയ്യേണ്ട പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ OTP നമുക്ക് എൻ്റർ ചെയ്യാം. ആ ഒരു OTP എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 മുതൽ പ്ലസ് 2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഏത് ട്യൂഷൻ ക്ലാസ് ആണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർ അഡ്മിഷൻ ഇൻ ക്ലാസ് 11 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് ട്യൂഷൻ ക്ലാസ്സുകളിൽ ചേരണമെങ്കിലും പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ സെയിം ആണ്. സോ ഞാനിവിടെ ക്ലാസ് 11 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്തൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെന്റർ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ, അതായത് പേജിന്റെ വലതുവശത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ട്യൂഷൻ പ്രോഗ്രാം എന്നുള്ളത്. ആ ഒരു 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ട്യൂഷൻ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുന്നത് ഓൺലൈൻ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ക്ലാസ്സസിന്റെ ആക്സസ് ലഭിക്കുന്നതാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. എന്നിരുന്നാലും ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പേജിന്റെ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ സെലക്ട് സെന്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഓൺലൈൻ ഒള്ളി എന്ന് നമുക്ക് കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നെങ്കിൽ CBSE ബാച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാച്ച്, നിങ്ങൾ ഏത് സ്ട്രീമിലാണ് പഠിക്കുന്നത് ആ ബാച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ CBSE ബാച്ച് ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലതുവശത്തായി പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. അതിനായി ആ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ഇവിടെയാണ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കാൻഡിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫി പോലത്തെ ഇമേജസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു
പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത നമ്മളുടെ പേര്, നമ്മളുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ID, ഈ 3 കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ കാര്യം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ എൻ്റർ ചെയ്യാനായി നമ്മുടെ ജെൻഡർ ഉണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. പേജിൻ്റെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് ഓഫ് കോഴ്സ് കൺട്രി ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തു. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേജിൻ്റെ വലതുവശത്ത് താഴെയായി ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീ സ്ട്രക്ചറും നമുക്കിവിടെ കാണാൻ സാധിക്കും. പേജിൻ്റെ വലതുവശത്തായി വീണ്ടും മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ പേയ്മെൻറ്റിനായിട്ട് നമുക്കിവിടെ ഓൺലൈൻ ഓപ്ഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പേ നൗ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ റൈസർ പേ, ഈസ് ബസ് എന്നീ 2 രീതികളിലൂടെ നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. UPI, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ പേയ്മെൻറ്റ് ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ട്യൂഷൻ ക്ലാസ്സസ് ആണ് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിൻ്റെ ഭാഗമാകുക, ഏറ്റവും മികച്ച വിജയം ഭാവിയിൽ നേടിയെടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.